കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസുവിടത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ? എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാള്? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനുള്ള അരയിലും തൊടാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ചരട് കെട്ടാൻ? ഏയ്, അത് നടക്കില്ല. ഒരു പ്രധാന കാര്യം, ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്നറിയാ? അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുന്മൻ പ്രശ്നമുണ്ടാക്കി. കല്യാണി കളവാണി പാടിക്കൊണ്ടവരനെ കല്യാണ പെണ്ണ്. എന്താ മക്കളെ? ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി. പെൺവിഷയം. എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം. കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ. തോറ്റിട്ട മക്കളെ, കേട്ടോളി. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അവസ്മാരവും വിഭ്രാന്തിയൊക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്കുണ്ടായി. ഒക്കെ തീർത്തവനാണ് ഈ മുത്തശ്ശായി. ആണുങ്ങളായ കഴിവ് വേണോടെ. നിങ്ങൾ 3 പേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ലേഹ്യം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അയ്യോ, പറ്റിയ പാർട്ടി. ഇങ്ങനോട് ചോദിക്കാമെന്ന് നമ്മളെ വേണം തല്ലാൻ. വന്നേ. അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ, അച്ഛൻ കണ്ട അത് മതി. ദേ, നമ്മുടെ രണ്ടാളുടെയും പേരിൽ പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. വേണ്ട, ഞാൻ തൊട്ടുതരാം. വേണ്ട, ഞാൻ തൊട്ടുതരാം. അവര് തമ്മിൽ തൊടാനുള്ള മത്സര. വേണ്ട കേട്ടോ. അയ്യോ, അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ, ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ, ആശയമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ, എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഓ, വെരി സിമ്പിൾ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാണ്. അത്രയ്ക്കായോ? എന്ത് വാടാ നിന്റെ ഭാവം? അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്നാ മതിയുടെ ചന്ദ്രകുമാര, നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പൊക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ എത്ര ഉള്ളെങ്കിലും ആള് ജഗച്ചില്ല. നഞ്ചന്തിരാ നാനാഴി. നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് 4 പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് 3 പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻക്യുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്ന്. എപ്പോ വേണേലും തട്ടിപ്പോവാന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പൊ തന്നെ കൊല്ലായിരുന്നില്ലേ? വളർത്തിയിട്ട് നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതി കേട്ടോ. എന്റെ പൊന്നുകുട്ട, ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? നാണമില്ല നിങ്ങൾക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം. നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. ചൂടാവാതെടാ. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. നിസാരമല്ല. പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരെ, നിന്നെ ആരെയപ്പോ ഇങ്ങോട്ട് ക്ഷണിച്ച? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ഓ തന്നെ. ചെറിയടത്തിമാരും മൂഡ് ഔട്ട് ആണല്ലോ. ഏട്ടത്തിമാരെ, എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്താ? വെറുതെ നമ്പർ ഇറക്കല്ലേ ചക്ക. 3 പേർക്കും സംശയമുണ്ടല്ലേ? ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ? സംശയിക്കണം. ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞൂല്ലേ? കത്തോ?
കത്ത്. ഓ കത്ത്, അത് ഞാൻ അറിഞ്ഞു ഏട്ടത്തെ. സാരമില്ല ഏട്ടത്തെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കൂടാ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കൂടാ ചന്ദ്രു? ചിലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല ഏട്ടത്തെ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. പറയടാ, എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ? പറയേ. യമുന റാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാടാ മയക്കി കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരെന്ന്. ശങ്കരന്മാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയടാ, പറയാം, കൈവിട്. ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. ദാ. സഹോദരി, നിങ്ങൾ 3 പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ആ കത്തവിടെ? അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുന റാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ 3 മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ. എനിക്ക് 3 പേരെ സംശയമുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഏട്ടത്തിമാരെ എന്നെ കൊല്ലും. ആളിനെ പിടികെട്ടി കഴിഞ്ഞാ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഡാ, ആ കുട്ടിയോട് അങ്ങനൊരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ. ഇനി അഥവാ യമുന റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ മദ്രാസിലേക്ക് കൂടെ പോവോ? എടാ, ആരായിരിക്കോ കത്ത് എഴുതിയത്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ, ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? പോണ അവിടുന്ന്. തലവരി തിരിക്കുമ്പോഴാ നന്ദേട്ടാ. എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ തല ചുറ്റി തുടങ്ങി. നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് അതെ, രക്ഷപ്പെടും? ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നിന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ. പോടാ അവിടുന്ന്. ഊളന്റെ ബുദ്ധിയാ. കുരുട്ട് വഴികൾ ഒരുപാട് അറിയാം. അവൻ പറയട്ടെ. എന്നാ പറ. ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുന റാണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 2 ലാർജ് അങ്ങോട്ട് വീശി വല്ലതൊക്കെ ഉരുത്തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. 2 സ്മോൾ എനിക്ക് വാങ്ങിച്ചെന്നാ മതി. അച്ഛനല്ലേ ആ വരണേ? ഡാ, ഓരോ പെഗ് വീതം കഴിക്കീനടാ. ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്കേ. ഈ ദുശീലം ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ. നിങ്ങള് 2 ആളും എന്റെ അനുജന്മാരാടാ. ഗുരുത്തണ്ട്. അതിന് ഈ ഏട്ടൻ അഭിമാനിക്കണു. നല്ല ഭാവി ഉണ്ടാവൂട്ടോ. വെറുതെ കുടിച്ച് കരളുവാട്ടണ്ട. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞെട്ടരുത്. എനിക്ക് വേണ്ടി എന്റെ അനിയന്മാര് കണ്ണീര് കുടിച്ചത് മതി. ആ ഒരാൾ ഞാനാടാ. യമുന റാണിയുടെ കാമുകൻ ഞാനാണടാ. നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം. ഇന്ന് ഞാൻ കൗസുവിനോട് എല്ലാം തുറന്നു പറയാൻ പോവാ. ചേട്ടാ, ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. കുറച്ച് മുമ്പല്ലേ നിങ്ങൾ 2 ആളും മൂത്രമൊഴിച്ചു വന്നത്? അതെ, കൗസുവേടത്തി ഇതെങ്ങനെ താങ്ങുമെന്ന് ഓർക്കുമ്പോ മനസ്സ് ഉരുക. അത് ഉരുകി മൂത്രമായിട്ട് പൊക്കോണ്ടിരിക്കുക. പോയിട്ട് വരട്ടെ ഏട്ടാ. ഉരുകുന്നത് അപ്പപ്പ കളഞ്ഞിട്ട് വാടാ. വാ. ഇനി ഒന്നേ, സർ. അവന്മാര് വരണേക്കാളും പോരണ കൊണ്ടുപോവാ. 2 ലാർജ് വീതം. ദേ, നേരത്തെ 2 ലാർജ് ചെയ്ത് അടിച്ചതാ. ഇനി ഇതും കൂടി ആകുമ്പോ 8 ആവും. ചേട്ടൻ 3 ആയിട്ടുള്ളൂ. ആ വൈ. വേണ്ട, സോഡ ഒഴിച്ച് നശിപ്പിക്കണ്ട. സൂക്ഷിക്കണം. ദേ, ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി. സഹിക്കാൻ കഴിയണല്ലോ ഏട്ടാ. എന്താ മൂത്രം പോയില്ലേ? അതല്ല ഏട്ടാ, ആ. ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത്. നന്ദി ഏട്ടാ, നന്ദി. ഏട്ടൻ എന്റെ ദൈവമാ. സോറി, അത് ഞാനാണ് ഏട്ടാ. ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താടാ? അല്ല, മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി? സാർ, ബില്ല് എത്രയായി? 900 രൂപ. 4 പെഗിന് 900 രൂപയോ? ഇവർ 2 കൂടി 8 പെഗ് അടിച്ചു. എന്റെ ദൈവമേ!
കുടിച്ചു എന്ന് ആരും അറിയരുത്, അറിയിക്കരുത്. ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ. കള്ളന്മാരെ, നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ? മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മൊറാരി ദേശയുടെ ആൾക്കാരാ? നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിക്കണം. കൗസു, ആനന്ദം, ഇന്ദു, അച്ഛനെന്താ പട്ടാളക്കാരന്റെ വേഷം? ശരിയാണല്ലോ. അച്ഛനെന്താ ഒരു പച്ച നിറം? മാഷെപ്പോഴാ വന്നത്? Sit down, sit down. വേണ്ട, ഞാനിവിടെ നിന്നോളാം. അത് ശരിയല്ല. ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ, അത് ഡീസൻസി അല്ല. ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷേ. നിങ്ങൾക്ക് വീട് മാറിപ്പോയി. പോയാട്ടെ പോയാട്ടെ. നമ്മുടെ വീടല്ല. ടാറ്റാ. അപ്പൊ നാളെ കാണാം. Bye. Good night. ഇങ്ങോട്ട് വേണം. എന്ത് അംഗണ്ടായാലും സൈലൻസാ. മൗനം വിദ്വാന് ഭൂഷണം. യമുന റാണിയുടെ വീട്ടിൽ പോയതുപോലും അറിയരുത്. എല്ലാവരും ഉറങ്ങി. ആരും ഇറങ്ങിയിട്ടില്ല. മോശമല്ലേ ചേട്ടന്മാരടുത്തേക്കുന്നത്? അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നടി. എന്റെ പറക്കോട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നതാ. കുറ്റം കുടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. കുടിച്ചതല്ല ചേച്ചി, കുടിപ്പിച്ചതല്ലേ. ആ മാതകറാണി ഒഴിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ ആഫീസിൽ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു. ശരിയാ, അതൊരു കാലായിരുന്നു. കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് വാങ്ങിച്ചു തന്നത് 3 പട്ടുകോട്. ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം എടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ പറിക്കാൻ പോയത്? പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് നിനക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴുണ്ട് അതിന്റെ തഴമ്പ്. പൊട്ടംകളി കളിച്ചത് മതി. ഒന്നീ പൊറുതി അവിടെ അല്ലെങ്കിൽ ഇവിടെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ. കൃഷ്ണ ഗുരുവായൂരപ്പ. അയ്യോ, ഗവൺമെന്റ് സ്കൂളാ? അല്ല, നമ്മുടെ വീടാ. ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിണക്കൊക്കെ തീർന്നു കാണും. പാവം പെണ്ണുങ്ങള്. കൊണ്ടുപോടാ. ഇതെന്താ ഒരു ചായ? ഇതേ മുനിശി മുത്തച്ഛനെ കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾക്കൊന്നും ചായയല്ല. അമ്മമാര് സമരത്തില്ല. എന്നാലേ അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്. പോയി ചായ മേടിച്ചിട്ട് വാ. മേശയിലിരുന്ന പൈസ എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. എല്ലാം നിങ്ങളുടെ കയ്യിൽ പോണ്ടല്ലേ. ഇന്നലെ നിങ്ങൾ കള്ളു കുടിച്ചല്ലേ? കള്ളു കുടിച്ചോ? പൊടിയിടുന്നു. ഞങ്ങൾ ഉറങ്ങില്ലായിരുന്നു. കണ്ടു 3 പേരും 12 കാലിൽ നിൽക്കുന്നത്. 3 പേർക്ക് 12 കാല? അതെ, 3 4 12. കണക്കിൽ എന്റെ മോള് മിടിക്കുക. അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു. എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ? ബ്രിട്ടീഷുകാരെ തുരത്താൻ. ആ, നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തച്ഛ സത്യാഗ്രഹം ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരെ തുരത്താൻ. ബ്രിട്ടീഷുകാരും കള്ളുകൂടിയന്മാരായിരുന്നു മുത്തച്ഛ. നിശബ്ദത പാലിക്കൂ, നിശബ്ദത പാലിക്കൂ. മുത്തച്ഛ വിശക്കുന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പോട്ട് വല്ലതും ഉണ്ടാക്കി തരാം. ചെല്ല്. എന്താ മോളെ? അമ്മയോട് പോയി ചോദിക്കും മക്കളെ. ചോദിക്കാൻ ചെല്ലുമ്പോ അമ്മ അടിക്കാൻ വരുവാ. ഭഗവതി, എന്റെ ജീവിതം കുളം കോരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വലുത് എന്റെ കൗസു തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽക്കില്ല. എനിക്കിതിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. യമുന റാണിയെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഇവനാണ് കൊള്ളാലോ. മോള് കരയല്ലേ? മോളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാം. ആ ഒരാൾ നീ ആയിക്കോട്ടെ. നീയാണ്. നിന്റെ മുഖമാടാ അതിന് പറ്റിയത്. പാവമനിയൻ. എന്താ ചേട്ടാ?